கொச்சு கொச்சு புஷ்பங்கள் என்னுடைய சேனல் வழியாக என்ற கொச்சு கூட்டுக்காரருக்கு நமஸ்காரம் உண்டு. ஒரு தோட்டத்துக்குள்ளே ஒரு தோட்டம் ഉണ്ടായിരുന്നു. ആ തോട്ടത്തുക്കുള്ള ഒരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിൽ ഒരു പല മീനുകളെല്ലാം അതിൽ ജീവിച്ചു കൊണ്ടിരുന്നു. ആ കൂട്ടത്തിൽ ഒരു അമ്മ തവളയും ഒരു കുട്ടി തവള, അമ്മ തവളയുടെ മകളും താമസിച്ച് കൊണ്ടിരുന്ന സമയത്ത് നിറയെ വെള്ളം, മഴ പെയ്ത് പെരിയ വെള്ളം ഉണ്ടായി. ആ കുളം നിറഞ്ഞപ്പം അവർക്ക് എല്ലാവർക്കും സന്തോഷമുണ്ടായി. എന്ത് നടന്നെന്നറിയാവോ? ആ കുഞ്ഞ് തവള മകൾ എന്ത് ചെയ്ത് പുറത്ത് ഇറങ്ങിപ്പോയി. കൊച്ചു കൂട്ടുകാരരെ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. അപ്പോൾ ആ തവള എന്ത് ചെയ്ത് പുറത്ത് പോയ ശേഷം അമ്മ തവള കാണാത്ത കൊണ്ട് സങ്കടത്തോടെ അവിടെ ഇരുത്തിയാണ്. തപ്പരവിക്കൊണ്ട് എൻ്റെ മകളെ കണ്ടില്ല എന്ന് ചൊല്ലി എന്ത് ചെയ്യുന്നു? അത് സങ്കടത്തോടെ ഇരിക്കുകയാണ്. ചില നാൾ കഴിഞ്ഞിട്ട്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നു. അമ്മേ എവിടെയാടി പോയി എന്ന് ചോദിച്ച് അമ്മ. മകൾ മറുപടി പറഞ്ഞു, ഞാൻ പുറത്ത് ലോകത്തെ കാണാൻ പോയി. പുറത്തൊക്കെ അധികമായിട്ട് എത്രയോ അത്ഭുതமான കാഴ്ചയൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഒരേ ഒരു കാഴ്ച കണ്ടു ഞാൻ. എന്തെന്നറിയാവോ അമ്മേ? അറിയാവോ? എന്ത് മക്കളെ? അവിടെയെല്ലാം വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ മാതിരി ഒരാളെ കണ്ടായിരുന്നു. ആണോ? അവർ അമ്മയുടെ വലിയ ആളാണ്. നീ ചൊല്ലി ആ മകൾ പറയാവോ? അമ്മ ചോദിച്ച്, ഇത്ര വലിപ്പമുണ്ടോ? ഇന്നും വലിപ്പമുണ്ടോ? മകൾ പറയുക, ഇത്രയും അല്ല, ഇന്നും ഭയങ്കര വലിപ്പമാണ്. ഇതല്ല അത് എന്നെ ചെയ്യുക? അമ്മ പെരുമി ചോദിക്കുമ്പോൾ മകൾ പറയുന്നു, ഇല്ല, ഇന്നും ഇതവിടെ വലിപ്പം വലുതെന്ന് പറഞ്ഞ് എന്ത് ചെയ്ത് അമ്മ അങ്ങ് പെരുമി ബലൂന മാതിരി പൊട്ടിപ്പോയി. എന്ത് ചെയ്ത്? പൊട്ടിപ്പോയി. അമ്മ മരിച്ചു പോയി. പിള്ളേരെ, ഇങ്ങനെ തന്നെ ചില സമയത്ത് എന്തെങ്കിലും നമ്മൾ സ്കൂളിൽ പാസ്സായി പരീക്ഷയിൽ മറ്റൊരു അങ്ങ് പൊങ്ങി പറയും. ഉടനെ നമുക്ക് എന്ത് ചെയ്യും? നമുക്കൊരു ചാട്ടമുണ്ട് അല്ലേ? വലിയ ഒരു ക്ഷമ ഉണ്ടാവും. അതുപോലെ നമ്മൾ ചില ആൾക്കാരെല്ലാം ക്ഷമ കാണിച്ച് എന്ത് ചെയ്യും? ഒരു ദിവസം താഴോട്ട് പോവും. ദൈവവും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. തന്നെ താഴ്ത്തിയാൽ മറ്റവർക്ക് മുമ്പ് ക്ഷമയോട് താഴ്ത്തി പോയാൽ ദൈവം നമ്മളെ വലുതാക്കും, നല്ല സെൽവന്തരാக മാറ്റും. നമ്മൾ പൊങ്ങി ഞാൻ തന്നെ വേറെ ആരും ഇല്ല എന്ന് ചൊല്ലി പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ നമ്മൾ താഴോട്ട് തന്നെ പോവും. ഈ തവളയെ കണ്ടോ? ഈ ബലൂനെ പോലെ പൊട്ടിപ്പോയി. അത് പെരുമി എന്നെവിടെ വലിയ ആളുണ്ടോ എന്ന് ചൊല്ലി അതൊക്കെ ഒരു അഹങ്കാരം കയറി. ഈ അഹങ്കാരം നമുക്ക് കൊച്ചു കുട്ടിക്കാരുടെ നമുക്ക് ഈ അഹങ്കാരം ആർക്കും വേണ്ട കേട്ടോ. ഇന്നു മുതൽ എന്ത് ചെയ്യണം? ഒരു അഹങ്കാരമില്ലാതെ ഒരു ദൈവ ഭയത്തോട് അമ്മയപ്പനും പറയുന്നത് അനുസരിച്ച് നാം നടക്കാവോ? ഈ കഥ എല്ലാവർക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറക്കരുത് കേട്ടോ.